അതേസമയം കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി നിർണയത്തിൽ ഘടകകക്ഷികൾക്ക് വലിയ സ്വാധീനമില്ല എന്ന് പറയുന്നത് KPCC മുൻ അധ്യക്ഷൻ MM ഹസനാണ്. ലീഗിന്റെ അഭിപ്രായം പരിഗണിക്കുമെന്ന ചോദ്യത്തിനായിരുന്നു ആ മറുപടി. നേരത്തെ MLA അല്ലാത്തവർ ആയിട്ടില്ലേ എന്നുകൂടി ചോദിക്കുന്നു ഹസൻ. അല്ല, ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കൂ. ഇപ്പൊ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ചോദിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതിൽ മുസ്ലിം ലീഗ് നേതാക്കൾ അതൃപ്തി പരസ്യമാക്കുകയും ചെയ്തിരുന്നു. ഗോകുൽ K. വേണുഗോപാലാണ് വിവരങ്ങൾ നൽകുന്നത്. ഗോകുൽ, മുൻപ് മുസ്ലിം ലീഗ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്നാണ് മാത്യു കുഴൽനാടൻ തിരിച്ചടിച്ചത്. പക്ഷേ അതേസമയം വീണ്ടും മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് സമാനമായ രീതിയിലുള്ള അതൃപ്തി അതിങ്ങനെ പുറത്തു വരികയും ചെയ്തിരുന്നു. അപ്പോഴാണ് MM ഹസൻ പറയുന്നത് മുസ്ലിം ലീഗിന്റെ നിലപാട് അത് ഇതിൽ അധികം അങ്ങ് കാര്യമാക്കേണ്ടതില്ല എന്നുള്ള തരത്തിൽ. എന്താണ് ഇതിനോട് മുസ്ലിം ലീഗിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഹാഷ്മി, സാങ്കേതികമായി MM ഹസൻ പറഞ്ഞത് ശരിയാണെങ്കിൽ കൂടിയും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ UDFന്റെ ഇത്തരത്തിലുള്ള ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയം നേടിക്കൊടുക്കുന്നതിൽ മുസ്ലിം ലീഗ് വഹിച്ച പങ്കിന് എത്രത്തോളം വലുതാണ് എന്നതിനെ സംബന്ധിച്ച് UDFനോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കോ എതിരഭിപ്രായം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടതുമാണ്. മുസ്ലിം ലീഗിന് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ അധികാരമുണ്ടോ എന്ന തർക്കത്തെ സംബന്ധിച്ച് തന്നെ കോൺഗ്രസിനും മുസ്ലിം ലീഗിനും രണ്ടഭിപ്രായമുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ലീഗിനെതിരെ ഒരു കാര്യമില്ലെങ്കിൽ ഇന്ദിരാഭവനിലോട്ട് KPCC ആസ്ഥാനത്തോട്ട് കുഞ്ഞാലിക്കുട്ടിയെ വിളിച്ചു വരുത്തി നിങ്ങളുടെ നിലപാടെന്താണ് എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. തീർച്ചയായും അത് തന്നെയാണ്. മുഖ്യമന്ത്രി ചർച്ച നീണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രി VD സതീശനാകണമെന്നൊരു താല്പര്യം മുസ്ലിം ലീഗിനുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം പട നയിച്ചവൻ നാട് നയിക്കട്ടെ എന്ന ആ മുദ്രാവാക്യത്തിൻ്റെ ചേർന്ന് നിൽക്കുകയാണ് മുസ്ലിം ലീഗ് നേതൃത്വം. അത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പരസ്യമായി പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടിയും അത്തരത്തിലുള്ള ഒരു വികാരം തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം പങ്കുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ മുഖ്യമന്ത്രി വിഷയം നീണ്ടുപോകുന്നത് ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, അവരെ അണികളെ സംബന്ധിച്ചിടത്തോളം ഈ ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുന്നു എന്നതിനോടൊപ്പം തന്നെ അത് VD സതീശൻ തന്നെ ആകണമെന്നൊരു താല്പര്യം മുസ്ലിം ലീഗിന്റെ നേതൃത്വം ഉണ്ട് എന്ന തരത്തിലുള്ള വികാരം പങ്കുവച്ചതായി തന്നെയാണ് വിവരം. അത് തന്നെയാണ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഉൾപ്പെടെയുള്ള ആളുകളുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്കറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞതുപോലെയുള്ള സാങ്കേതികമായ ഒരു വിഷയം കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. അതിൽ ഈ പറഞ്ഞതുപോലെ മുസ്ലിം ലീഗിന് ഇടപെടാൻ അർഹതയുണ്ടോ എന്നതിനെ സംബന്ധിച്ച തർക്കങ്ങളൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് മുസ്ലിം ലീഗിനെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിലൊരു മാൻഡേറ്റ് ഉണ്ടായിട്ട് കൂടിയും പലയിടങ്ങളിലും ഈ പറഞ്ഞതുപോലെ വിജയാഘോഷവുമായി ബന്ധപ്പെട്ട പരിപാടികൾ തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിശ്ചയിച്ച് മാറ്റിവെക്കേണ്ടി വരിക, KM അഭിജിത്തിനെ പോലെയുള്ള ആളുകളെ തടയേണ്ടി വരിക. അത് ഈ KM അഭിജിത്തിന്റെ പേരിന് നേരെ KC വേണുഗോപാലിന്റെ പേര് വന്നതിനെ ചൊല്ലിയാണ്. അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പറഞ്ഞതുപോലെ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നൊരു താല്പര്യം അവർക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയിട്ടുള്ള സമ്മർദ്ദങ്ങൾ മുസ്ലിം ലീഗിന്റെ ഭാഗത്തുനിന്ന് ചെലുത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ KC വേണുഗോപാൽ ഈ രീതിയിലുള്ള ഒരു പരസ്യ പ്രതികരണങ്ങൾ KC വേണുഗോപാലിനെതിരെ വരുന്നു. അതിനുശേഷം KC വേണുഗോപാലിനെ മാറ്റി VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെയായി വരികയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ സംഘടന ഇത്രത്തോളം നയിച്ച സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ഒരു വ്യക്തിയെ ഇത്തരത്തിലുള്ള ജനവികാരത്തിന്റെ പേരിൽ മാറ്റി നിർത്തി എന്നൊരു പഴി കൂടി ഒരു പക്ഷേ കോൺഗ്രസിന് കേൾക്കേണ്ടി വരുമോ എന്ന തരത്തിലുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഇവരെ അലട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ആയിരിക്കാം ഇത്തരത്തിൽ മുൻ KPCC അധ്യക്ഷന്മാരെ അല്ലെങ്കിൽ KPCC ഭാരവാഹികളെയൊക്കെ അങ്ങോട്ടേക്ക് വിളിപ്പിച്ചിട്ടുള്ളത്. അത് രണ്ട് കാര്യങ്ങളുണ്ടാവാം. ഒന്നെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ തീരുമാനങ്ങൾ അവരെ അറിയിക്കാനോ, അല്ലെങ്കിൽ മറ്റൊന്ന് ഈ പറഞ്ഞതുപോലെ ഈ കൂടിക്കാഴ്ചയുടെ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് അഭിപ്രായം തേടാൻ വേണ്ടി ആയിരിക്കാം എന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. പക്ഷേ ആ സമയത്തും ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന മലബാർ മേഖലയിലെ കാസർഗോഡ്, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിലെ വിജയത്തിൽ മുസ്ലിം ലീഗിന്റെ പങ്ക് ഒരിക്കലും കുറച്ചു കാണാൻ സാധിക്കുന്നില്ല. കാരണം PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ നേടിയിട്ടുള്ള 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. അതിൽ 12ഇടത്തും ഈ UDF ഈ രീതിയിൽ വിജയിച്ചു വന്നതിൽ ഈ മുസ്ലിം ലീഗിന്റെ പങ്ക് നമുക്ക് ഒരിക്കലും തീർച്ചയായിട്ടും ലീഗിന്റെ പങ്ക് അത് വിസ്മരിക്കാനാകില്ല UDFനെ സംബന്ധിച്ച്. കാരണം ഈ ഉജ്ജ്വല ജയത്തിൽ ലീഗ് വഹിച്ച ഒരു പങ്കുണ്ട്, അത് വളരെ വലുതാണ്. ഇപ്പൊ ഹാഷ്മി പറഞ്ഞതുപോലെ ഇന്ദിരാഭവനിലേക്ക് വിളിച്ചു വരുത്തി ചോദിക്കേണ്ട ആവശ്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷികളാണ് ഇവരെല്ലാവരും. അപ്പോൾ അവരെ എല്ലാ ഘടകകക്ഷികളും വിളിച്ചു വരുത്തി ചോദ്യം ചോദിച്ചാണ്. അപ്പോൾ ഈ ലീഗിനെ ഇപ്പം കുഴൽനാടനും ഈ ഹസനും പറയുന്നത് പോലെ ലീഗിന് അതിൽ യാതൊരു കാര്യമില്ലെങ്കിൽ പിന്നെ KPCC ആസ്ഥാനത്തോട് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. അല്ല, ആ ചോദ്യം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഹസനോടൊക്കെ മാത്രം ചോദിച്ചാൽ പോരെ കാര്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.